നമസ്കാരം. ചെന്നൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ഫിൻജാൻ ചുഴലിക്കാറ്റ് കരതൊട്ടതിനെ തുടർന്ന് ചെന്നൈയിൽ അതിശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പെയ്തു. ചെന്നൈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടെങ്കിലും വലിയ നാശനഷ്ടമുണ്ടോ ഒന്നും ഉണ്ടാകാതെ ചുഴലിക്കാറ്റ് കടന്നുപോയതിൻ്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ ചെന്നൈ നിവാസികൾ. നഗരസഭ, അതായത് ചെന്നൈ നഗരസഭ 300-ന് മുകളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈ എയർപോർട്ട് ഇന്ന് രാവിലെ 4 മണി വരെ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് എയർപോർട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈ നഗരത്തിൽ വീശിയെടുത്ത ചുഴലിക്കാറ്റിലും അതിശക്തമായ മഴയുടെയും സാഹചര്യത്തിൽ ചെന്നൈ നഗരത്തിൽ നിന്ന് 4 പേർ മരിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഫെൻജാൻ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിശക്തമായ കാറ്റിനും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് തീരദേശ മേഖലയിലുള്ള ആളുകൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കുമൊക്കെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ തിങ്കൾ മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. കൂടുതൽ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്